ഓർമ്മകളാണിത്. സരസ്വതി ദേവിയെ പറ്റിയുള്ള എൻ്റെ ഓർമ്മകൾ. അതാണ് ഈ കാമുകൻ്റെ ഡയറി. ഞങ്ങളുടെ ഓർമ്മകൾ എവിടം മുതൽക്കാണ് ആരംഭിക്കുന്നത്? എൻ്റേത് സരസ്വതി ദേവിയെ കണ്ട ആ നിമിഷം മുതൽക്ക്. സരസ്വതി ദേവിയുടേത് എന്നെ കണ്ടു പരിചയപ്പെടുന്നതിന് മുമ്പും. ഞങ്ങളുടെ ഹൃദയത്തിൽ ധാരാളം പഴയ മുറിവുകളുണ്ടായിരുന്നു. ഞങ്ങൾ വരുത്തി കൂട്ടിയതാണോ? താനെ വന്നതുമല്ല. ഇങ്ങനെ പഴയ വേദനകളിൽ ജീവിച്ചു വന്നു. ചിരിച്ചും തമാശ പറഞ്ഞും ഏകാന്തതയിൽ ഇരുന്നും ദുഃഖിച്ചും. എങ്ങനെ, എന്തിനു ജീവിക്കുന്നു? സരസ്വതി ദേവി എൻ്റെ അടുത്ത് വന്നു. ഒരു പ്രഭാതത്തിലാണ്. 9-10 മണിയായി കാണും. ഞാൻ അന്ന് താമസിച്ചിരുന്നത് ദേവിയുടെ വീടിനടുത്താണ്. വീട് എന്ന് പറയുമ്പോൾ ഒരു സാധാരണ വീടല്ല. ഒരു നായർ തറവാടിൻ്റെ എല്ലാ ചിഹ്നങ്ങളോടും കൂടിയ വലിയ ഒരു മാളിക. മാളിക വീടിൻ്റെ വലിയ പറമ്പിനടുത്തുകൂടി റെയിൽ പാളങ്ങൾ. വണ്ടി വരികയും പോവുകയും ചെയ്യുമ്പോൾ പരിസരമാകെ കുലുങ്ങും. കുറച്ച് പരിചയപ്പെടുമ്പോൾ കുലുക്കം മറന്നു പോകും. ഞാൻ വെറും ഒരു കഥ പറയാൻ തുടങ്ങുകയായിരുന്നെങ്കിൽ ഇതിന് വിഷാദമധുരമായ ഒരു മോഹനകാവ്യം എന്ന് പേരിടുമായിരുന്നു. അതായിരുന്നു കൂടുതൽ യോജിപ്പ്. ഇത് കഥയല്ല, പച്ചയായ ജീവിതത്തിൻ്റെ ഒരു ഭാഗം. എങ്ങനെയായാലും ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി. എനിക്ക് 34-36 വയസ്സ്, ദേവിക്ക് 22.5. എൻ്റെ പക്കൽ ഏകദേശം 2000 രൂപ. എൻ്റെ ദുഃഖങ്ങളും എൻ്റെ ചിന്തയും എൻ്റെ വീഴ്ചകളും എൻ്റെ യുദ്ധവും എൻ്റെ അനുഭവങ്ങളും ഇങ്ങനെ പലതും കടലാസിൽ പകർത്തി വെട്ടിക്കിട്ടിയതാണ്. എഴുത്തുകൊണ്ട് ഞാൻ ജീവിക്കും എന്നൊരു ദൃഢമായ നിശ്ചയത്തോടു കൂടിയാണ് പേന കയ്യിലെടുത്തത്. പേനയും ചുട്ടുനീട്ടുന്ന കുറേയധികം അനുഭവങ്ങളും ലേശം ബുദ്ധിയും ഭാവനയും മറ്റുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. ആഹാരം, വസ്ത്രം, താമസിക്കാൻ സ്ഥലം. എഴുതാൻ തുടങ്ങിയപ്പോഴേ ജന്മനാട്ടിൽ കയറാൻ വയ്യാതായി. എല്ലാ ഗവൺമെൻറ്റുകളും ശത്രുക്കൾ. ഞാനൊരു ഒറ്റപ്പെട്ട മനുഷ്യനായി. എങ്കിലും എൻ്റെ ഗ്രന്ഥങ്ങൾക്ക് ഒരുമാതിരി നല്ല ചിലവുണ്ടായിരുന്നു. പണം ധാരാളം കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ആണും പെണ്ണുമായി സുഹൃത്തുക്കൾ വളരെ ഉണ്ടായി. എല്ലാവിധത്തിലും സഹായിക്കാൻ ആളുമുണ്ടായി. വലിയ ചില വീടുകളിൽ എന്നെ ക്ഷണിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴൊക്കെ നീളമേറിയ പട്ടിണിയുടെയും അശാന്തിയുടെയും ഭീതിയുടെയും ദിനങ്ങൾ ഓർമ്മയിൽ വരും. ഈ സംഭവങ്ങളൊന്നും ഇവിടെ രേഖപ്പെടുത്താതിരിക്കാൻ എനിക്കറിയാം. പക്ഷേ ഇതൊരു മുഖവുരയാണ്. ഇതൊക്കെ ഇവിടെ വേണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജീവിതം വിശാലമായ കാലങ്ങളിലൂടെ രാപ്പകലുകളായി കഴിഞ്ഞു പോയെങ്കിലും അനുഭവങ്ങളെന്ന് പറയാൻ മനുഷ്യസ്ത്രീ എനിക്കൊരു അജ്ഞാതമായ അത്ഭുത പ്രതിഭാസം. ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ സ്ത്രീകളെ കണ്ടിട്ടുണ്ടെങ്കിലും ഉടുപ്പുടുവ ഇല്ലാത്ത സ്ത്രീയെ കണ്ട ഓർമ്മയില്ല. സ്ത്രീ ഒരു ദാഹം പോലെ ബാക്കി നിന്നിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സരസ്വതി ദേവി വരുന്നത്. അവൾ എന്തിനു വന്നു? ദേവി വന്നത് ഞാൻ വിളിച്ചിട്ട് തന്നെ. എനിക്ക് വേണ്ടിയല്ല, അവൾക്ക് വേണ്ടി ഞാൻ വിളിച്ചു. അവളുടെ ഒരു കാര്യത്തിനായി. ഞാൻ പറഞ്ഞു വന്ന പ്രഭാതത്തിൽ ഞാൻ കുളിയും കാപ്പിയും കഴിഞ്ഞ് ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് ഒരു വെളുത്ത തോർത്ത് മാത്രം എടുത്ത് ചാരുകസേരയിൽ കിടക്കുകയായിരുന്നു. അടുത്ത വീട്ടിലെ വേലക്കാരൻ പയ്യൻ ഒരു നോട്ടീസ് എൻ്റെ പക്കൽ തന്നു. അത് കോളേജിൻ്റെ ഒരു ആഘോഷ പരിപാടിയായിരുന്നു. അതിൽ സഹവിദ്യാഭ്യാസം എന്ന വിഷയത്തെപ്പറ്റി 10 മിനിറ്റിൽ തീരുന്ന ഒരു പ്രസംഗ മത്സരം ഉണ്ടെന്നും മറ്റും ഉണ്ടായിരുന്നു. സഹവിദ്യാഭ്യാസം എന്നതിൻ്റെ അടിയിൽ പച്ചമഷി കൊണ്ട് ഒരു വരയിട്ടിരുന്നു. പയ്യൻ പറഞ്ഞു, സഹവിദ്യാഭ്യാസത്തെപ്പറ്റി സാർ ഒരു പ്രസംഗം എഴുതി കൊടുക്കാമോ? ആർക്കാണടാ? ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു, അങ്ങേതിലെ ആ കൊച്ചമ്മയ്ക്ക്. ആ കൊച്ചമ്മ ഏതെന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലോ. അയൽപ്പക്കങ്ങളിലുള്ള ആൾക്കാരെ, വിശേഷിച്ചു സ്ത്രീകളെ, കാര്യമായി ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നില്ല. ഒന്നാമത് എനിക്ക് ധാരാളം എഴുതാനുണ്ടായിരുന്നു. രണ്ടാമത് എൻ്റെ മനസ്സിൽ പഴയ ഒരു സന്യാസി വരൻ്റെ ഭാവമുണ്ടായിരുന്നു. മൂന്നാമത് ദാഹമുണ്ടെങ്കിലും സ്ത്രീ ഒരു വല്ലാത്ത പടപ്പാണെന്ന് തോന്നിയിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും കാമക്രോധാദികളിലുള്ള ഒരു ജീവിയുമായാണല്ലോ ഞാൻ. ഈ സ്വസ്ഥത നശിപ്പിക്കുന്ന സ്ത്രീ എന്ന അത്ഭുത സൃഷ്ടിയെ അടുത്ത് കാണുമ്പോൾ കൗതുകവും തോന്നും, അടുക്കരുതെന്നും തോന്നും. പക്ഷേ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ആ കൊച്ചമ്മയ്ക്ക് പ്രസംഗം വേണമല്ലോ. സഹവിദ്യാഭ്യാസം വേണമെന്നോ വേണ്ടെന്നോ ഏതാണ് അവരുടെ അഭിപ്രായം? വേണ്ടെന്നാണെങ്കിൽ എനിക്ക് എഴുതാൻ കഴിയുകയില്ല, ഞാൻ പറഞ്ഞു. അവരെ വിളിക്കൂ, എനിക്ക് സംസാരിക്കാനുണ്ട്. അവൻ ചെന്ന് വിളിച്ചു. ഞാൻ എൻ്റെ തലയുടെ 3/4 ഭാഗത്തുള്ള മുടി ആകാവുന്ന വിധത്തിൽ ബ്രഷ് കൊണ്ടൊന്നും ചീകി വെച്ചില്ല. ഷർട്ടും ഇട്ടില്ല, മുണ്ടും ഉടുത്തിട്ടില്ല. ഞാൻ ഇരുന്ന പടിയിരുന്നു. ഒരു ഉത്കണ്ഠയുമില്ല. വരുന്നത് ആര്? യുവതിയോ വൃദ്ധയോ കറുത്തതോ വെളുത്തതോ? ഒന്നും ചിന്തിച്ചില്ല. വരുന്ന ആൾ എന്നിൽ കൊടുങ്കാറ്റുളവാക്കുമോ? ഒന്നും ഓർത്തില്ല. ഞാൻ സിഗരറ്റും പുകച്ചുകൊണ്ട് കിടക്കുന്നു. പടി കടന്ന് റോസ് നിറത്തിലുള്ള ഒരു സാരി ധരിച്ച വെളുത്തുമെലിഞ്ഞ ഒരു യുവതി വന്നു. ലജ്ജയാലോ എന്തോ മുഖവും റോസ് നിറത്തിൽ, കണ്ണുകൾ നല്ല പ്രകാശിക്കുന്നവ. മുടി കെട്ടിവെച്ചിട്ടില്ല. അത് ചുരുട്ടി തോളിലൂടെ മാറിയിട്ടിരിക്കുന്നു. സാരി തന്നെ പെട്ടെന്ന് ധരിച്ച മാതിരി. ഒരു ഫിനിഷിംഗ് ടച്ച് ഒന്നിനുമില്ല. ആകെ കൂടി ഒരു വിഷാദത്തിൻ്റെ അന്തരീക്ഷം. എങ്കിലും അവൾ മന്ദഹസിച്ചു. പെട്ടെന്ന് ആ അപരിചിതയെപ്പറ്റി ഒരഭിപ്രായം എൻ്റെ മനസ്സിൽ അങ്കുരിച്ചു. ഹെടാ, ഇതൊരു വിഷാദമധുരമായ മോഹന കാവ്യമാണല്ലോ. എ സാഡ് സ്വീറ്റ് പോയം.
ഞാൻ എണീറ്റില്ല. അവൾ വരാന്തയിൽ കയറി എൻ്റെ മുമ്പിൽ നിന്നു. എന്നിട്ട് മന്ദസ്മിതത്തോടെ ചോദിച്ചത് വളരെ മാധുര്യമുള്ള കുളിർ സ്വരത്തിലാണ്, ഹൃദയത്തിൽ നിന്നെന്ന പോലെ. എന്താ എന്നെ വിളിച്ചത്? ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കസേര ചൂണ്ടിക്കാണിച്ചു. അവൾ ഇരുന്നില്ല. ഞാൻ നിർബന്ധിച്ചു. അവൾ ഇരുന്നില്ല. തൂണ് ചാരി എൻ്റെ മുമ്പിൽ മന്ദസ്മിതത്തോടെ നിൽക്കുകയാണ്. ഞാൻ ചാരു കസേരയിലിരുന്നിട്ട് വീണ്ടും ഒരു സിഗരറ്റ് കത്തിച്ചു. ഒരു പുക വിട്ടിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ ആരാണെന്നറിയാമോ? അറിയാം. ഫോട്ടോ കണ്ടിട്ടുണ്ട്. കഥകൾ മിക്കതും വായിച്ചിട്ടുമുണ്ട്. എന്ത് ചെയ്യുന്നു? ബിടെക് പഠിക്കുന്നു. BA ആണോ? BSc. ഞാൻ പറഞ്ഞു, ഞാൻ സ്കൂൾ ഫൈനലിന് താഴത്ത് 5th ഫോറം വരെ പഠിച്ചിട്ടുള്ളൂ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുകൊണ്ട് തല്ലും ഇടിയും വാങ്ങി ജയിൽവാസം കഴിഞ്ഞ് ഇന്ത്യ മുഴുവൻ 9-10 കൊല്ലം കറങ്ങിയിട്ട് വന്നിരിക്കുകയാണ്. ആ യുവതി ചിരിച്ചു. ഏതാണ്ട് ഇതൊക്കെ അല്പം എനിക്കും അറിയാം. ശരി, ഞാൻ പറഞ്ഞു. എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുമെങ്കിലേ പ്രസംഗം എഴുതാൻ എന്നെക്കൊണ്ട് കഴിയുകയുള്ളൂ. സഹവിദ്യാഭ്യാസം വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെയും അത് തന്നെ. എന്നാൽ നമുക്ക് എഴുതാം. എന്ന് വേണം? ഇന്ന്, ഇപ്പോൾ തരാമോ? ഇതെന്താ, വല്ല പൂവോ മറ്റോ ആണോ പറിച്ചങ്ങ് തരാൻ? അല്പം ചിന്തിക്കണം അതിനെപ്പറ്റി. എന്നാലേ ഒരാഴ്ച സമയമുണ്ട്. നേരത്തെ കിട്ടിയെങ്കിലേ വായിച്ച് ദഹിപ്പിക്കാൻ കഴിയൂ. ഇന്ന് 4 മണിക്ക് അല്ലെങ്കിൽ നാളെ തരാമോ? നന്നായിട്ട് പ്രസംഗിക്കുമോ? ആ യുവതി ചിരിച്ചു. ഭംഗിയുള്ള പല്ലുകൾ, ഇളം റോസ് നിറത്തിലുള്ള മാംസമായ ചുണ്ടുകൾ. അകം തെളിഞ്ഞു ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഒരുമാതിരി. നല്ലവണ്ണം ഭംഗിയായി പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ എഴുതാം. അവൾ മന്ദഹാസത്തോടെ വിഷാദമധുരമായ മോഹനകാവ്യമായി തന്നെ പതുക്കെ നടന്നുപോയി. ഞാൻ അന്ന് എഴുതിയില്ല. ആ യുവതി പോയപ്പോൾ ഞാൻ നോക്കി. അവൾ എങ്ങോട്ടാണ് പോകുന്നത്? പോയത് അടുത്തുണ്ടായിരുന്ന ഒരു ചെറു ഭവനത്തിലേക്കാണ്. ഞാൻ വിചാരിച്ചു, അതായിരിക്കും അവളുടെ വീട്. വലിയ ഐശ്വര്യമുള്ള ഭവനമല്ല. അതിനാൽ അവൾ ദരിദ്രയാണെന്നും പഞ്ചപാവമാണെന്നും ഞാൻ അനുമാനിച്ചു. സഹതാപം തോന്നി. സാധാരണ പുരുഷന്മാരെ കൊണ്ട് അവരിൽ കാരുണ്യത്തിൻ്റെ ഉറവ പൊട്ടിച്ച് കാര്യങ്ങൾ നേടാനുള്ള ഒരു പ്രകൃതം അവൾക്കുണ്ടല്ലോ. വിഷാദാത്മകത്വം, ശാരീരികമായ ബലഹീനത, സൗന്ദര്യം, അടക്കം, ഒതുക്കം, ഇത്രയുമുള്ള പെണ്ണാണല്ലോ. ആകെ കൂടി എനിക്കൊരു അനുകമ്പ ഉളവായി. തുടർന്ന് വേറൊരു വികാരവും. എനിക്ക് കളിപ്പ് പറ്റിയ തോന്നൽ എന്താണെന്ന് വെച്ചാൽ, അവൾ ഞാൻ ഉദ്ദേശിച്ച മാതിരി ദരിദ്രയല്ല. അയൽപക്കത്തെ വലിയ നായർ വീട്ടിലെ ആണ്. പിറ്റേ ദിവസമാണ് അത് മനസ്സിലായത്. 19 വയസ്സുള്ള വൃദ്ധനും ഉദ്ധതനുമായ അച്ഛൻ. കളിപ്പ് പറ്റിയ മാതിരി നിങ്ങളെ സ്നേഹിക്കാൻ എന്നെ അനുവദിക്കൂ എന്ന ഭാവത്തിൽ നടക്കുന്ന വൃദ്ധയായ അമ്മ. എന്നെ നിങ്ങൾക്ക് രസിക്കുകയില്ല, എനിക്കറിയാം എന്നുള്ള അന്തരീക്ഷവുമായി കഴിയുന്ന സഹോദരി. ആരടാ അത് എന്നുള്ള നോട്ടത്തോടു കൂടിയ സഹോദരന്മാർ. അവൾക്ക് സഹോദരന്മാർ എത്ര പേരുണ്ട്? ഞാൻ ആരോടും ചോദിച്ചില്ല. ആ ഭവനത്തിൽ 2-3 വേലക്കാരും ഒരു വേലക്കാരിയുമുണ്ട്. അവിടെ ഞാൻ പുതുതായി താമസിക്കാൻ ചെന്നതായതുകൊണ്ട് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. അന്വേഷണത്തിൽ കിട്ടിയത് താഴെ പറയുന്നവയാണ്. അവളുടെ അച്ഛൻ ഒരു എസ്റ്റേറ്റ് മാനേജറായിരുന്നു. ധാരാളം സംഭവിച്ചിട്ടുണ്ട്. വലിയ അഹങ്കാരിയും ക്രൂരനുമാണ്. പലരെ ചതിക്കുകയും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പഴയ പാപങ്ങളുടെ പരിഹാരത്തിനായി ക്ഷേത്രത്തിനായി ഒരു വലിയ പുരയിടം നീക്കി വച്ചിട്ടുണ്ട്. ആയതിന് ഒരു 50,000 രൂപ വരും. സുബ്രഹ്മണ്യ പ്രതിമ നിർമ്മിച്ചത് കുളത്തിലുണ്ട്. പെൺമക്കൾ 2 അവിവാഹിതകളാണ്. ഞാൻ സ്വയം ചിന്തിച്ചു, മൂത്ത മകൾ ദുഃഖിതയാവാൻ എന്താണ് കാരണം? വിഷാദം. അവൾ കാണാതെ ഞാൻ അവളെ ശ്രദ്ധിച്ചു തുടങ്ങി. വരാന്തയിൽ നിന്നാൽ ആ വീട് ശരിക്കും കാണാം. അവളും സഹോദരിയും ഇരുന്ന് വായിക്കുന്നത് താഴത്തു വരാന്തയിലുള്ള ചാരുകസേരകളിൽ ഇരുന്നാണ്. മിക്കപ്പോഴും അമ്മയും സഹോദരന്മാരും അവിടെ ഉണ്ടായിരിക്കും. അച്ഛൻ മുകളിലത്തെ നിലയിലാണ്. അവളുടെ ഇരിപ്പ് ഞാൻ ഈ നിമിഷം മരിച്ചു വീഴും, എനിക്ക് ജീവിക്കണ്ട എന്ന മട്ടിൽ. വല്ലാത്ത വിഷാദം, നിസ്സഹായ അവസ്ഥ. ഏകാന്തതയാണോ കാരണം? ധനവും പ്രതാപവും വിദ്യാഭ്യാസവും സൗന്ദര്യവുമുള്ള ഒരു യുവതി എന്തിനു ദുഃഖിക്കുന്നു? വല്ല പ്രണയ നൈരാശ്യവും പിടിപെട്ടിട്ടുണ്ടോ? ഉണ്ട്. ഹൃദയത്തിൽ ധാരാളം മുറിവുകൾ ഉണ്ടായിരിക്കണം. വെറും ഊഹം മാത്രമാണ്. എന്താണ് അവളുടെ പേര്? ഓ, അവളെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട, പോട്ടെ. ഇങ്ങനെ ഞാൻ തള്ളി. പിറ്റേ ദിവസം അവൾ കോളേജിലേക്ക് പോകുന്ന വഴി. ഉടുത്തൊരുങ്ങി പൗഡറുമിട്ട് കണ്ണടയും വെച്ച് ഭൂലോകം വിരട്ടി പുഞ്ചിരിയുമായി എൻ്റെ വാതിൽക്കൽ വന്നു. എഴുതിയോ? ഇല്ല. എന്തൊരു മനുഷ്യനാണ് എന്ന ഭാവത്തിൽ തളർന്നു കുഴഞ്ഞ മട്ടിൽ സന്തോഷം നിറഞ്ഞ മന്ദഹാസത്തോടു കൂടിയ നോട്ടത്തോടു കൂടി പറഞ്ഞു. അത് എനിക്ക് വേണമല്ലോ. ഇന്ന് എഴുതാം. 4 മണി കഴിഞ്ഞു വരൂ. മറക്കരുത്. ഇല്ല. കഴിഞ്ഞ കൊല്ലവും മത്സരത്തിന് ഞാൻ പ്രസംഗിച്ചു. 2ാം സ്ഥാനമേ എനിക്ക് കിട്ടിയുള്ളൂ. ഇതുവരെ 1ാം സമ്മാനം കിട്ടിയിട്ടില്ല. എനിക്ക് ഇതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടണം. ഇത്രയും പ്രസ്താവനകൾ കഴിച്ച് ഒരെല്ലലുമില്ലാതെ അവൾ പോയി. ഞാനിരുന്ന് പുകഞ്ഞു. അവൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടണം. എന്താണ് എഴുതുക? സഹവിദ്യാഭ്യാസം, ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് പഠിക്കുക, ജീവിതത്തിൻ്റെ ആരംഭം മുതൽക്കേ ആണും പെണ്ണും തമ്മിൽ പരിചയപ്പെടുക. കാമക്രോധാദികളും ദാഹമോഹങ്ങളും ഒക്കെയുള്ള പച്ച ജീവികളാണല്ലോ ആണും പെണ്ണും.
മനസ്സിലാക്കാൻ ശ്രമിക്കുക, സംശയങ്ങളും ഭീതിയും അകറ്റുക. അങ്ങനെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോവുക. ജാതീയ അകൽച്ചകളും രാഷ്ട്രീയമായ കശപിശകളും അടിമത്തവും മനുഷ്യ സമുദായത്തിന് നേരിട്ടിരിക്കുന്ന എല്ലാ കുഴപ്പങ്ങളും സഹവിദ്യാഭ്യാസത്തിൻ്റെ അഭാവം മൂലം ഉണ്ടായിട്ടുള്ളതാണെന്ന് വരുത്തിക്കൊണ്ട് ഞാനൊരു പ്രസംഗം എഴുതി. പ്രസംഗത്തിന് ആകെ കൂടി 10 മിനിറ്റേയുള്ളൂ. അരമണിക്കൂർ പറയാനുള്ള സംഗതിയുണ്ട്. ഞാനത് ചെറുതാക്കി, വീണ്ടും ചെറുതാക്കി, മാറ്റിമറിച്ചു. 100 എണ്ണം എഴുതി കാണും. ഒടുവിൽ ക്ലീൻ ഫിനിഷ്ഡ് ഒരെണ്ണം കയ്യിൽ വെച്ചു. ക്ഷീണാധിക്യത്തോടെ മോഹനകാവ്യമായി തന്നെ അവൾ 4 മണിക്ക് വന്നു. പ്രസംഗത്തിൽ കുറച്ച് തമാശയും വേണം, ആളുകൾക്ക് ചിരിക്കാൻ പറ്റിയത്. മന്ദഹാസത്തോടെ ഇങ്ങനെ പറഞ്ഞിട്ട് സന്തോഷവതിയായി അവൾ വീട്ടിലേക്ക് പോയി. ഓടിച്ചെന്നു സുന്ദരിയുടെ കഴുത്തേൽ പിടിച്ച് ഞെക്കാൻ തോന്നി. കമ്പടി, തമാശ വേണം. എനിക്ക് കാലിളക്കി. ബ്ലഡി ഫൂൾ, തമാശ വേണമത്രേ. എല്ലാം കാച്ചിക്കുറുക്കി ലോകവിജ്ഞാനം മുഴുവനും 10 മിനിറ്റിൽ ഒതുക്കി. ചിരിപ്പിക്കുകയും വേണം. ഹമ്പടി, ആളുകളെ ചിരിപ്പിക്കുകയും വേണമല്ലേ? ഇതിനൊക്കെയായിട്ട് ഞാൻ ചുമ്മാ നിൻ്റെ സ്ലേവായി ഇവിടെ ഇരിക്കുകയാണല്ലോ. ഞാൻ വീണ്ടും എഴുതണമല്ലോ. കുറേ തമാശയും ഇട്ടു. എഴുതുന്നതിന് മുമ്പ് ആ തമാശകൾ ഓർത്തു ഞാൻ തന്നെ കുറേ ചിരിച്ചു. അതിനുശേഷമാണ് ഞാൻ എഴുതിയത്. തീർന്ന് ഒരുമാതിരി തൃപ്തി തോന്നിയപ്പോൾ ഞാൻ വിളിച്ചു. പിറ്റേ ദിവസമാണ്. ഏതാണ്ട് 10 മണിയായി കാണും. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. അവൾ വെള്ളവസ്ത്രങ്ങൾ ധരിച്ച് മുടിക്കെട്ടിൽ പൂവ് ചൂടി തനി നായർ പെണ്ണായി എൻ്റെ മുമ്പാകെ വന്നു. എന്ന് വെച്ചാൽ ഞാൻ പഠിക്കൽ നിൽക്കുകയായിരുന്നു. എഴുതിയത് അവൾക്ക് തൃപ്തിയാകുമോ എന്നൊരു ശങ്കയും ഉണ്ടായിരുന്നു. 3-4 ദിവസത്തെ ജോലിയാണ്. ഒരു 4 ഷീറ്റ് കടലാസിലെ പ്രസംഗം ഞാൻ പറഞ്ഞു. നന്നായി കാണുകയില്ല, എങ്കിലും ഞാൻ വായിക്കാം, കേട്ടോളൂ. ഞാൻ വായിച്ചു. ഒരു പേജ് തീർന്നില്ല. അതിനിടയിൽ ഒരു നിസ്സാര സംഭവം ഉണ്ടായി. എനിക്ക് മാത്രമാണ് നിസ്സാരം. അവളുടെ വീട്ടിലെ ഒരു വേലക്കാരൻ അവൻ്റെ ഭാര്യയ്ക്കോ മറ്റോ കുറേ വസ്ത്രങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നത് കണ്ടു. അവളെല്ലാം മറന്ന് അവനെ തടഞ്ഞു. ആ വസ്ത്രങ്ങൾ വാങ്ങി കയ്യോടിച്ച് അതിൻ്റെ ഭംഗി നോക്കി, ചില വില ചോദിച്ച് അങ്ങനെ കുറേ മിനിറ്റുകൾ കളഞ്ഞു. അവൻ പോയപ്പോൾ ആലസ്യത്തോടു കൂടിയുള്ള മന്ദഹാസത്തോടെ ദീനതയോടെ സുന്ദരി പറയുകയാണ്, ദയവായി ക്ഷമിക്കണം, വായിക്കൂ. എനിക്ക് വിറഞ്ഞു. ബ്ലഡി ഫൂൾ, വലിച്ചു കയറി ചുരുട്ടിക്കൂട്ടി അവളുടെ മുഖത്തെറിയാൻ തോന്നി. ഞാൻ വീണ്ടും വായിച്ചു തീർത്തു. ഇത് മതിയോ? മതി. കൃതജ്ഞതാഭാവത്തിൽ മന്ദഹാസത്തോടെയാണ് മൊഴിഞ്ഞത്. ഫസ്റ്റ് പ്രൈസ് കിട്ടുമെന്നൊന്നും വിചാരിക്കണ്ട. ചുമ്മാ പോയി പ്രസംഗിച്ചോളൂ. പ്രസംഗിക്കുമ്പോൾ ഒരു ഭാവം വരുത്തണം. ഈ വിഷയത്തെപ്പറ്റി 2 മണിക്കൂർ പ്രസംഗിച്ചാലും ശരിക്ക് വ്യക്തമാക്കാൻ കഴിയുകയില്ല. പിന്നെ 10 മിനിറ്റ് കൊണ്ട് എന്തു വരുത്താനാണ്? ചില സൂചനകൾ മാത്രമേ നൽകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എതിരായി പ്രസംഗിച്ചവർ പറഞ്ഞതൊക്കെ ശരിയാണ്. അവരുടെ നിലയനുസരിച്ച് എൻ്റെ നില മനുഷ്യ സമുദായത്തിൻ്റെ ധീരമോഹനമായ പുരോഗതിക്ക് വേണ്ടിയാണ്. ഇങ്ങനെ. എന്താ? ഞാൻ ശ്രമിക്കാം. എന്തൊരു താഴ്മ. പേരെന്ത്? ഹൃദയത്തിൻ്റെ ഒരു രഹസ്യമെന്നാണോ? ഹൃദയത്തിൽ നിന്നോ ആണോ? അവൾ പതുക്കെ പറഞ്ഞു. സരസ്വതി ദേവി. വളരെ സന്തോഷം സരസ്വതി ദേവി. ഞാൻ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. പോയിക്കോളൂ, പോയി ജയിച്ചു വാ. അവൾ പോയി. അങ്ങനെ ഒഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഒഴിയുകയാണോ ഉണ്ടായത്? 4 മണിക്കാണ്. ഞാൻ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. ഇടവഴിയിലൂടെ അവൾ ദൂരെ നിന്ന് വരുന്നത് കണ്ടു. അവശയായി തന്നെ, മധുരമായ ആലസ്യവും. കക്ഷത്തിൽ ഇറുക്കിപ്പിടിച്ച വസ്ത്രങ്ങൾ, കൈത്തണ്ടയിൽ തൂക്കിയിട്ട കുട, കയ്യിൽ ധാരാളം എഴുത്തുകളും. അതൊക്കെ അപ്പോൾ കിട്ടിയതാണ്. ഓരോന്നും പൊളിച്ചു വായിച്ചുകൊണ്ട് സാവധാനം വരുന്നു. ധാരാളം സുഹൃത്തുക്കളുണ്ടായിരിക്കണം. ആണുങ്ങളോ പെണ്ണുങ്ങളോ? ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിന്നു. അവൾ അടുത്തു. എന്നെ കണ്ട ഉടനെ ഒരു മന്ദഹാസം. ഹൃദയത്തിൻ്റെ ആകാമ്പിൽ നിന്ന് ഒരു പ്രകാശം പൊന്തി വ്യാപിച്ചതുപോലെ. എനിക്ക് 1ാം സമ്മാനം കിട്ടി. വളരെ സന്തോഷം. എല്ലാം മംഗളമായല്ലോ. സന്തോഷം. ഒരു ദിവസം സാഹിത്യം, കല എന്നിവകളെപ്പറ്റി ഞങ്ങൾ സംസാരിച്ചു. കല മനുഷ്യ സമുദായത്തിൻ്റെ സർവോന്മുഖമായ പുരോഗതിക്കായിരിക്കണം എന്നും വാദിച്ചു തുടങ്ങിയ കാലമാണ്. അന്നത്തെ പുരോഗമന സാഹിത്യ കമ്മിറ്റിയിലെ ഒരു മെമ്പറായിരുന്നു ഞാൻ പറഞ്ഞു, എനിക്ക് സരസ്വതി ദേവിയോളം വിദ്യാഭ്യാസമില്ല. ഓ, വിദ്യാഭ്യാസം, അത് അപ്രധാനമായ ഒരു ഘടകം എന്ന മട്ടിൽ ദേവി പറഞ്ഞു. വിദ്യാഭ്യാസം. ദേവി ഇപ്പോൾ പുരോഗമന സാഹിത്യകാരന്മാരെ ചീത്ത പറയാൻ കാരണം? ഓ, ഞാൻ ചീത്ത പറഞ്ഞതല്ല. മിക്കവരും എഴുതുന്നത് ഞാൻ വായിക്കുന്നുണ്ട്. എന്നാലും അവരുടെ അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല. അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ദേവി ഒരു ഹൈന്ദവ യുവതിയാണ്. ഒരു നായർ പെണ്ണ്. ക്ഷേത്രവും അടിച്ചുതെളിയും വെളിച്ചപ്പാടും സംബന്ധവും തുളസിത്തറയും രാമായണവും ഭാഗവതവും ഒക്കെയാണ് നിങ്ങളുടെ അടിത്തറ. ആർഷ സംസ്കാരമാണ് ദേവി ശ്വസിക്കുന്നത്. അതിൽ വളർന്നു. ഇതുപോലെ ക്രിസ്ത്യാനികളും മുസൽമാന്മാരുമുണ്ട്. അവർക്കും ചില ചരിത്രങ്ങളും സംസ്കാരവും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ലോകം വിറപ്പിച്ചവരാണവർ. ചരിത്രം സൃഷ്ടിച്ചവരാണവർ. പുതിയ ചിന്താഗതി ലോകത്തിൽ നടപ്പിലാക്കിയവരാണവർ. ഒരു നായരേക്കാൾ അഭിമാനിക്കുവാനും ആവേശം കൊള്ളുവാനും ഒരു ക്രിസ്ത്യാനിക്കും ഒരു മുസൽമാനും ധാരാളം വകയുണ്ടെന്ന് ഓർത്തുകൊള്ളണം. ചരിത്രം അറിയാവുന്ന ദേവിയോട് ഞാൻ അധികം പറയേണ്ടതില്ലല്ലോ. പുരോഗമന സാഹിത്യകാരൻ പുരോഗതിയിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ.
അവൻ ഒരു ജാതിയെയല്ല കാണുന്നത്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ബുദ്ധനും സിഖുകാരനും യഹൂദനും പാർസിയും എല്ലാം അവൻ്റെ മുമ്പിലുണ്ട്. മനുഷ്യ സമുദായത്തിൻ്റെ ആരോഗ്യ സുന്ദരമായ പുരോഗതിയാണ്. ഞാൻ പോകട്ടെ, അച്ഛൻ തോന്നിയത് പറയും. ഞാൻ വിറഞ്ഞു. നല്ല ഒന്നാന്തരം ദേഷ്യവും വന്നു. എന്തൊരു ബ്ലഡി ഫൂളാണ്. പോയിക്കോളൂ. ദേവി പോകുന്നില്ല. നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റാണോ? ഞാനൊരു കലാകാരനാണ്. ജനങ്ങളെ സന്മാർഗബോധത്തിലേക്ക് എത്തിക്കുകയല്ലേ കലയുടെ ലക്ഷ്യം? അല്ല. എൻ്റെ ഹൃദയത്തിൽ കൊടുങ്കാറ്റുളവായി. ഒരു പീക്കിരി പെണ്ണ് വന്ന് കലയുടെ ലക്ഷ്യത്തെപ്പറ്റി എന്നോട് സംസാരിക്കുന്നു. ജനങ്ങളെ സന്മാർഗബോധത്തിലേക്ക് എത്തിക്കുകയല്ല കലയുടെ ലക്ഷ്യം. പിന്നെ? അവൾ അമ്പരന്നു. ഞാൻ പറഞ്ഞു, പോയിക്കോളൂ, അച്ഛൻ തോന്നിയത് പറയും. അവൾ മതിലിൻ്റെ മുകളിലൂടെ എത്തിച്ച് വീട്ടിലേക്ക് നോക്കി. അവിടെ അവളുടെ അമ്മയും സഹോദരിയുമേയുള്ളൂ. അച്ഛൻ ഉറങ്ങുകയായിരിക്കും. ഞാൻ ചോദിച്ചു, ഇപ്പോൾ പുരോഗമന സാഹിത്യകാരന്മാരെ പറ്റി പറയാൻ കാരണം? ഇന്ന് പ്രസംഗത്തിനിടെ ഒരുത്തി കുറേ കവിതകൾ ചൊല്ലി. അതൊരു പുരോഗമന സാഹിത്യകാരൻ്റേതാണ്. ഏത് പുരോഗമന സാഹിത്യകാരൻ? ഓ, അദ്ദേഹം വെറും ഒരു പ്രേമ ഗായകനല്ലേ? പുരോഗമന സാഹിത്യ കമ്മിറ്റിയിലുണ്ടല്ലോ അയാൾ. പിന്നെ അയാൾ പൂർവ്വസൂരികളെ ചീത്തയും പറയുന്നുണ്ട്. ഞാനൊരു പ്രസംഗം കേട്ടു. എഴുത്തച്ഛനെയും കേരള കാളിദാസനെയും വള്ളത്തോൾ ഉള്ളൂർ ആശാൻ മുതലായവരെയും ചീത്ത പറഞ്ഞു. അതൊക്കെ എന്തിനു പറയുന്നു? എനിക്കറിഞ്ഞുകൂടാ. ഒരുപക്ഷെ നിങ്ങൾ അവരെ എല്ലാം ദേവന്മാരാക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവതാരങ്ങൾ. അവർ ദേവന്മാരല്ല, അവതാരങ്ങളുമല്ല. നമ്മെപ്പോലെ വെറും മനുഷ്യരാണ്. ധാരാളം ബലഹീനതകളും. ഓ, എന്നാലും അവർ മലയാള ഭാഷയെ സൃഷ്ടിച്ചവരല്ലേ? മലയാള ഭാഷയെ സൃഷ്ടിച്ചവരോ? ലോകത്തിൽ ഒരുപാട് ഭാഷകളില്ലേ? സൃഷ്ടിയൊക്കെ ദൈവത്തിൽ നിന്നാണ്. നാം തമ്മിൽ വളരെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സരസ്വതി ദേവി സ്വന്തമായി ചിന്തിക്കൂ. കേരളത്തിന് വെളിയിലും ലോകമുണ്ടെന്നുള്ള ബോധത്തോടെ. ഞാൻ പോകട്ടെ, സമയം വളരെയായി. എനിക്ക് വിശക്കുന്നുമുണ്ട്. പോയിക്കോളൂ. വിശപ്പ് പ്രത്യേകം ഒരാൾക്ക് മാത്രമല്ലല്ലോ. ദേവി പോയി. ഇനി അവളോട് സംസാരിക്കരുതെന്ന് ഞാൻ തീർച്ചപ്പെടുത്തി. തനി വെഡ്ഡിയാണ്. ഒരു ചുക്കും അറിഞ്ഞുകൂടാ. കലയെപ്പറ്റി സംസാരിക്കാൻ വന്നിരിക്കുന്നു. കല? ഹമ്പടി. കലയെപ്പറ്റി ഞാൻ വളരെ ചിന്തിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെയും വളരെ ചിന്തിച്ചിട്ടുമുണ്ട്. ചിത്രങ്ങൾ, പ്രതിമകൾ, നൃത്തം, സംഗീതം, സാഹിത്യം, ഇങ്ങനെ ഒരു 4,000 കൊല്ലത്തിനിങ്ങോട്ട് ഞാൻ ചിന്തിച്ചു. മനുഷ്യൻ എന്തിനു കല സൃഷ്ടിച്ചിരുന്നു? കല ഈ രണ്ടക്ഷരങ്ങളുടെ അകത്ത് എല്ലാമുണ്ട്. സർവ്വപ്രപഞ്ചങ്ങളും. എന്താണ് കല? ഞാനൊരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദേവിയുടെ ചിന്ത എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുമുണ്ടായിരുന്നു. ആ വീട്ടിൽ നിന്ന് അദൃശ്യമായ ഒരു കിരണം വന്ന് എൻ്റെ ഹൃദയത്തെ ചുംബിച്ച് എന്നിൽ അസ്വസ്ഥത ഉളവാക്കുന്നത് പോലെ ചിന്താതരംഗങ്ങൾ. ഞാൻ സരസ്വതി ദേവിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒളിച്ചാണ്. കെട്ടിടത്തിൻ്റെ മുകൾ തട്ടിൽ ജനാലയുടെ വിടവിലൂടെ ഞാൻ നോക്കും. മണിക്കൂറുകൾ അങ്ങനെ ഞാൻ നിൽക്കും. ദേവി ദുഃഖത്തിൻ്റെ അവതാരം എന്നോണം ഇരിക്കുന്നു. നടക്കുന്നു, വായിക്കുന്നു. ഇടയ്ക്ക് എൻ്റെ താമസ സ്ഥലത്തേക്ക് നോക്കുന്നു. അവൾക്ക് എന്താണ് വേണ്ടത്? ദേവിയെ കണ്ടാൽ ഞാൻ മിണ്ടുകില്ല. എന്നോട് വല്ലതും ചോദിച്ചാൽ രണ്ടക്ഷരത്തിലുള്ള സമാധാനമേ പറയൂ. ഞാൻ ചിരിക്കില്ല. ഇങ്ങനെ പോയി ദിവസങ്ങൾ. ഇതിനിടയിൽ ഒരു ദിവസം കുറേ നേന്ത്രപ്പഴം പുഴുങ്ങിയതും മറ്റും അവളുടെ വേലക്കാരൻ എനിക്ക് കൊണ്ടുവന്നു തന്നു. ഞാൻ വാങ്ങിച്ചു വച്ചു. തിന്നില്ല. പകൽ മുഴുവനും അങ്ങനെ വച്ചു. ആര് കൊടുത്തയച്ചതാണെന്ന് ഞാൻ ചോദിച്ചില്ല. എനിക്കറിയാമായിരുന്നു. അത് സന്ധ്യയ്ക്ക് ഞാൻ പറമ്പിലേക്ക് എറിഞ്ഞു. പിറ്റേ ദിവസം വേലക്കാരൻ പയ്യൻ വന്നു. കൊച്ചമ്മയ്ക്ക് വായിക്കാൻ വല്ല പുസ്തകവും കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചിലത് കൊടുത്തു. അത് തിരികെ കൊണ്ടുവന്നപ്പോൾ എല്ലാം നല്ല വെള്ള കടലാസിലിട്ട് പൊതിഞ്ഞിരിക്കുന്നു. ഞാൻ അതൊക്കെ എന്നുവെച്ചാൽ പൊതിഞ്ഞിരുന്ന കടലാസ് എല്ലാം നിവർത്തി മാറ്റി ജനാലയിലൂടെ പിറകുവശത്തിട്ടു. ഞാൻ ആ വീട്ടിലേക്ക് നോക്കാതായി. യാദൃശ്ചികമായി ദേവിയെ കണ്ടുപോയാൽ ഞാൻ മുഖം തിരിച്ചു കളയും. ഇങ്ങനെ ഇരിക്കെ 2 പ്രധാന സംഭവങ്ങൾ. ഒന്ന്, എൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം ഞാൻ ദേവിക്ക് സംഭാവന ചെയ്തു. വല്ലതും വായിക്കാൻ കൊടുക്കാൻ പയ്യൻ വന്ന് ചോദിച്ചതുകൊണ്ടാണ്. എൻ്റെ ഗ്രന്ഥങ്ങൾ ചോദിച്ചില്ല എങ്കിലും എൻ്റേത് സരസ്വതി ദേവിയുടെ പേരെഴുതി ഞാൻ കൊടുത്തയച്ചു. 10 മിനിറ്റ് കഴിഞ്ഞില്ല ദേവി എൻ്റെ മുന്നിൽ. അവളെ വാരിയെടുത്ത് ചുംബിച്ച് 1000 ആശ്വാസവാക്കുകൾ പറയാൻ തോന്നി. ഒരുമാതിരി ദേഷ്യത്തോടെ എന്ന വണ്ണം പതുക്കെ ചോദിച്ചു, എന്തിനാണ് എനിക്ക് പുസ്തകങ്ങൾ സംഭാവനയായി കൊടുത്തയച്ചത്? ഞാൻ വില തന്നേക്കാം. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ സംഭാവന തന്നതാണ്, വിലയ്ക്കല്ല. താങ്കൾ പുസ്തകങ്ങൾ കൊണ്ടല്ലേ ജീവിക്കുന്നത്? എല്ലാവർക്കും ചുമ്മാ ഇങ്ങനെ കൊടുത്താലോ? ഞാൻ വില തന്നേക്കാം. എനിക്ക് പണമുണ്ട്. ഓഹോ, പണക്കാരിയാണല്ലേ പ്രഭുകുമാരി. വില തന്നേക്കുമെന്ന് തോന്നി. നോട്ടാണെങ്കിൽ തീപ്പെട്ടി ഉരച്ച് കത്തിക്കണം. രൂപയാണെങ്കിൽ വലിച്ചു ദൂരെ എറിയണം. ഞാൻ പറഞ്ഞു. വില കെട്ടണമെന്ന് ഉദ്ദേശിച്ച് തന്നതല്ല. എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുമോ? ഇല്ല. പിന്നെ എനിക്ക് വല്ല പ്രത്യേകതയും ഉണ്ടോ എന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞു. ചുമ്മാ തന്നു. എൻ്റെ ഇഷ്ടം പരിചയമുള്ളവർക്കെല്ലാം. ഓ, അതുപോലെയാണോ? പെണ്ണിന് ഏതാണ്ടൊക്കെയോ പോലെ നിന്ന് തുള്ളാൻ പോവുകയാണോ? എന്തൊരു ഭാവം. മുലകൾ ഭൂം എന്ന് നിൽക്കുന്നു. പെണ്ണിൻ്റെ മണം. ഞാൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും വിചാരിക്കൂ. ഇതിൽ പറയുന്ന മറ്റേ പുസ്തകങ്ങൾ എവിടെ? ആ പുസ്തകങ്ങൾ ശരിപ്പെടുത്താനാണ് അവിടെ ഞാൻ താമസമാക്കിയത്. ഉടനെ ഇറങ്ങും. അതൊക്കെ എനിക്ക് വായിക്കാൻ തിടുക്കമായി.
ഇറങ്ങുമ്പോൾ ചൂടോടെ ഓരോ കോപ്പി തരാം, മറക്കില്ല. ഞങ്ങളുടെ കോളേജിൽ വന്ന് ഒന്ന് പ്രസംഗിക്കാമോ? ഞാനത് ഏർപ്പാട് ചെയ്യാം. ഞാൻ പ്രസംഗിക്കാറില്ല. എനിക്ക് പ്രസംഗിക്കാനുള്ളത് കഥകളിലൂടെ പ്രസംഗിക്കും. എന്നാലും വന്നൊന്ന് പ്രസംഗിച്ചുകൂടെ? വയ്യ, സുഖമില്ല. എന്താ സൂക്കേട്? വയസ്സായല്ലോ ഒരുപാട്. എത്ര വയസ്സുണ്ട്? 34. അങ്ങനെ ദേവി പോയി. ഞാൻ മുകളിൽ കയറി ജനാല പഴുതിലൂടെ നോക്കി. അവൾ ചെന്ന് കസേരയിലിരുന്നിട്ട് മേശപ്പുറത്ത് മുഖം വെച്ച് എൻ്റെ താമസ സ്ഥലത്തേക്ക് തന്നെ നോക്കുകയാണ്. വിഷാദമോഹമായ നോട്ടം. എന്താണ് സരസ്വതി ദേവിയുടെ ഹൃദയത്തിലുള്ളത്? വിഷാദമധുരമായ മോഹനകാവ്യമേ, എന്താണ്?